all know that we all are gathered here for a special moment, അല്ലേ? ഇന്നത്തെ ഒരു ഈവനിങ് എന്ന് പറയുന്നത് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. ആസ് വി ഓൾ നോ, കുറച്ചധികം നാളുകളായിട്ട് ആസിഫ് അലിയുടെ മൂവീസ് ഒക്കെ വൻ ഹിറ്റാണ്. ആൻഡ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു നടനെ മേ ബി നമ്മുടെ ഇൻഡസ്ട്രിയിൽ കാണാനും ഉണ്ടാവില്ല വേറെ. ഹിസ് സച്ച് എ വേഴ്സാറ്റൈൽ, സച്ച് ആൻ ഐക്കോണിക് ആക്ടർ, അല്ലേ? സോ ആസിഫ് അലിനെ കാണാനായിട്ട് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു 20 to 25 മിനിറ്റ്സ് ഉണ്ട്. ആ ഒരു 20 to 25 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പുതിയ മൂവി പേട്ടാണ് റിലീസ് ചെയ്യാൻ പോവാണ്. സോ സർക്കിട്ടിന്റെ ട്രെയിലറിലേക്ക് പോയാലോ? ആരും റെഡി? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി ട്രെയിലർ. കഴിഞ്ഞിട്ടെടുക്കാം എപ്പോൾ കഴിഞ്ഞിട്ടെടുക്കാം. ഞാൻ എടുക്കാം. വന്നിട്ടില്ല? ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓർമ്മ എല്ലാവരും ഉണ്ട്. കുറച്ച് നേരത്തിന് ഡെഫിനറ്റ്ലി ഡെവലപ്പിക്കാം. എല്ലാവരും സഹകരിക്കാം. With all your permission, let's move on to the trailer of the movie Circle. Come on. എന്താണ് സച്ചില്? Restart your trailer once again.
Okay, so here we are. Yes, we are moving on to the trailer of Welcome to it. Let's put our hands together once again. Yes, so Thomas sir mic hand over ചെയ്യാണ്. സർ നമ്മുടെ സർക്കിൾ മൂവിയെ പറ്റി ഇവരെല്ലാവരും ഒരേപോലെ അറിയാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പറയണ്ടേ? ഓക്കെ. ഹായ്, ഞങ്ങളുടെ സിനിമ സർക്കിട്ട് ഈ വരുന്ന മെയ് 8-നാണ് റിലീസ്. വന്ന് സിനിമ കാണാൻ ഈ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമ. ബാക്കി വിശേഷങ്ങളെല്ലാം ആസ്വദിച്ച് ബാക്കിയുള്ളവരൊക്കെ പറയും. എല്ലാവർക്കും നമസ്കാരം. സർക്കിട്ട് എന്തായാലും റിലീസാവാൻ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് റീസെൻ്റ്ലി ഞാൻ
മലയാളത്തിൽ ചെയ്തതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കാണെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ആസിഫ് അലിയുടെ പെർഫോമൻസ് ഞാൻ ഈ റീസെൻ്റ്ലി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയപ്പോഴാണ് ഞങ്ങൾ പുള്ളിയെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇതൊക്കെ ഈ പയ്യൻ ഗോയിങ് ടു ബി എ സ്റ്റാർ ആഫ്റ്റർ ദിസ് ഫിലിം. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ, എല്ലാ സിനിമയും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഓക്കെ, സോ ഇനി ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. ആരുടേതാണത്? ആസിഫ് അലി. ഒരു കാര്യം, നമ്മുടെ മൂവിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ, മൂവിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ബിഫോർ ദാറ്റ് ഐ വാണ്ട് ടു ആസ്ക് സംതിങ്. എങ്ങനെയാണ് സാർ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും വലിയൊരു സ്റ്റാർട്ടപ്പ് കീപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്? ആൻഡ് വൺ മോർ തിങ്, എന്താണ് പ്രായമാവാത്തത്? ശരിയല്ലേ? ഇപ്പോഴും കോളേജിൽ പഠിക്കുന്ന പയ്യന്മാരെ പോലെയാണ് അല്ലേ? അത്ര വയസ്സല്ലോ. എനിക്ക് വയസ്സറിയാം കേട്ടോ. ഐ നോ ഹൗ ഓൾഡ് ആർ യു? ഹലോ, ഹായ്, നമസ്കാരം. എനിക്കറിയാം വെക്കേഷനാണ്. വെക്കേഷൻ്റെ പ്ലാനായിട്ടാണ് നിങ്ങൾ ഇന്ന് ലുലു മോളിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രോമിസ്, ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രൻ ഐഡിയ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അത് വേറൊന്നുമല്ല, സർക്കിട്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു കുട്ടി സുഹൃത്തുണ്ടാവും, ഒരു കുഞ്ഞ് അനിയനുണ്ടാവും, ഒരു കുഞ്ഞ് മോനുണ്ടാവും. നിങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ഡാഡയും മമ്മയൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെക്കേഷന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരുപാട് നമുക്കൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന എല്ലാവർക്കും, വീട്ടിലൊക്കെ കുട്ടികളുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണ്. മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കാണാത്ത ഉപ്പുപ്പ ഉമ്മുമ്മ എല്ലാവർക്കും കാണാം. ഒരു കംപ്ലീറ്റ്ലി ഫാമിലി പാക്ക് ഫിലിമാണ്. തമറിന്റെ രണ്ടാമത്തെ സിനിമയാണ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഗോവിന്ദ് ചെയ്യുന്ന മലയാളത്തിലെ ഒരു സിനിമയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വെക്കേഷൻ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. എപ്പോഴും ഈ കയ്യടി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം, മുന്നോട്ട് പോകാനുള്ള എനർജി. ഒരു പ്രാവശ്യം കൂടെ ആ കയ്യടി തരുമോ? താങ്ക് യു. അപ്പോൾ 8-ാം തീയതിയാണ് സർക്കിട്ട് റിലീസ് ആവുന്നത്. ഇതിലെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളെല്ലാം ഇടം പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കേഷനാണ്, ആസ്വദിക്കുക. കുട്ടികളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. കുട്ടികളെ കൊണ്ട് പുറത്തു പോവുക, കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോവുക, കുട്ടികളെ കൊണ്ട് സർക്കിട്ട് കാണാൻ പറയുക. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്റേഴ്സിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ അങ്ങനെ ഇവർക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ കേട്ടു. നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല. ഞങ്ങൾ അങ്ങനെയാണ്. ഇനി നമുക്കൊരു പാട്ടിനുള്ള സമയമായിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു മൂവിയുടെ ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. ഡെഫിനറ്റ്ലി നോ, അല്ല. ഇവിടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഗോവിന്ദ് സാർ ഉണ്ട്. സോ സാർ രണ്ടുപേരും ഏതെങ്കിലും മേ ബി ഈ മൂവിയിൽ എത്തുന്ന സോങ് ആയാൽ അത്രയും സന്തോഷം. ഇല്ല, വേണ്ട, വേറെ. ഓക്കെ, ഫൈൻ. കണ്ടം കൊത്താൻ കുഞ്ഞൻ ചെറിയുങ്ങിറ്റ് കണ്ടൂറായി തോറും കണ്ടീന് മോറ് നോക്കുമ്പം ഉള്ളം തുള്ളും തണ്ണീര് മാറിയും കാറും മഴയില് തെക്കുന്നെത്തി തെന്നല് വേനക്കന്ന് പൂട്ടും തെരേറി കാത്തോല കൊണ്ടു വിശിനാറ് വീച്ചി നാടുമ്പം വേർത്ത് കൊണ്ടും പൊഞ്ഞാറ്. ഓരോ മൊമെന്റിലും we are expecting, and yes, this is your turn. So
എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ ഇത്രയും ക്രൗഡിനെ ഫീൽ ചെയ്ത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ വാട്ട് യു വാണ്ട് ടു സേ? അതിന് എല്ലാവർക്കും നമസ്കാരം. പിന്നെ എല്ലാവരും കാണാനവിടെ എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി. പിന്നെ ഇവിടെ നമ്മുടെ കൂടെ തന്നെ 8-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരണം. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ പടം കാണാൻ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. എന്തായാലും നല്ലൊരു ചിത്രമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അപ്പോൾ തിയേറ്ററിൽ കാണാം. സാർ കേൾക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. ഇപ്പോ ഈ സ്റ്റേജ് മാത്രം ഓടിയാണോ? അങ്ങനെയാണോ ഒരുപാട്? അങ്ങനെയാണോ? പക്ഷെ നിന്റെ മൗത്ത് എവിടെ കാണുന്നില്ലല്ലോ. ഐ കാൻറ്റ് സീ യുവർ മൗത്ത്. ഒന്നും പറയണ്ട, ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്ത് തരും. അതിന് അടിപൊളിയായിട്ട് 2-3 സ്റ്റെപ്പ് വെച്ചാൽ മതി. റെഡിയാണോ? എല്ലാരും സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഉറപ്പല്ലേ? എല്ലാരും നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, ഇനി നല്ല എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ഒരു ട്രാക്ക് പ്ലേ ചെയ്യാം കേട്ടോ. നമ്മുടെ ഓർമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി 2-3 സ്റ്റെപ്പ് വയ്ക്കും. ഡെഫിനറ്റ്ലി. ആരും റെഡി? Are you ready? കൈയടിക്കാൻ റെഡിയാണോ? ഓക്കെ, that's fine. ഇപ്പൊ ഇവൻ ആരാന്നുള്ളതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതിന്റെ ബാക്കി കാണണമെങ്കിൽ തിയേറ്ററിലേക്ക് വരണം. ഈ സിനിമയിലൂടെ, ഒറ്റ സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന ആളാണ് ജപ്പു. എടാ, നിനക്ക് എവിടുന്നാ ഇത്ര എനർജി? Where do you get this energy from? എവിടുന്നാണ്? എന്റെ ദേഹത്തൂന്ന്. എനിക്ക് വയ്യ, ഞാൻ എന്റെ എറിലാവും. Anyway, that was an amazing, incredible performance. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള once again huge ആയിട്ടുള്ള round of applause കൊടുക്കാം കേട്ടോ. Come on. Okay, ഇനി ഈ ഒരു ടീമില് ശരിക്കും എൻറ്റിയർ ക്രൂ മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ. എങ്കിലും ഒരാൾ കൂടി ഈ ഒരു ഓസ്പീഷ്യസ് ഒക്കേഷനിൽ ഗ്യാദർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഐസ് ആണ്. With a huge round of applause, let's welcome Ice to the stage. Come on, നല്ലൊരു കൈയ്യടിയോടെ അദ്ദേഹത്തെ കൂടി ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, സോ സാറ് മാത്രമാണ് ഈ നമുക്ക് ഇവിടെ സംസാരിക്കാനൊക്കെ ആയിട്ട് ബാക്കിയുള്ളത്. സോ സർക്കിട്ടിനെ പറ്റി എന്തിനെ പറ്റി വേണമെങ്കിലും സംസാരിക്കാം. നോ പ്രോബ്ലം. വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യുവർ വോയിസ്. ഓക്കെ, എല്ലാവരുടെയും സംസാരം കഴിഞ്ഞുകൊണ്ട് പറയാൻ ബാക്കിയൊന്നും കാണില്ല മിക്കവാറും. എല്ലാവരും 8-ന് തന്നെ പോയിട്ട് സർക്കിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഡ്രാമ മൂവിയാണ്. ഇമോഷണൽ ആയിട്ടുള്ള നല്ല ഫാമിലിക്ക് എല്ലാവരും ഒരുമിച്ച് പോയി കാണാനുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം. യെസ്, അതന്നെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു മൂവിയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ്ങാണ്. എല്ലാവരും കോളേജ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത പോലെയുണ്ട്. എവരിബഡി സംസാരത്തിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലും എനിക്ക് അങ്ങനെ മേ ബി ആ ഒരു വൈബ് തന്നെ സർക്കിട്ടിൽ നിന്നും ഒരു ഫീൽ ഗുഡ് വൈബ് എല്ലാവർക്കും കിട്ടും. ഓരോരുത്തർക്കും ഫാമിലിയിലെ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആർക്ക് വേണമെങ്കിലും ഒരേപോലെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫീൽ ഗുഡ് മൂവിയാണ് സർക്കിട്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി നമുക്കിവിടെ ബാക്കിയുണ്ട്. ഒരു കാര്യത്തിന് കൂടിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. സോ എല്ലാവരോടുമായിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ജപ്പു സോങ്. ഓക്കെ, സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യത്തിനും കൂടി ചെയ്യിപ്പിക്കുന്ന ഷോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലുലു ഫാഷൻ വീക്ക് അല്ലേ? നമ്മുടെ എല്ലാവരെയും ഉള്ളിലെ ആ ഒരു ഫാഷൻ മൈൻഡ് ട്രെൻഡിങ് മൈൻഡ്സ് ഒക്കെ റിജുവിനേറ്റ് ചെയ്യാൻ
Week ആണ്. So we all are gathered here also for the logo launch of the 8th edition of US Polo presents Lulu Fashion Week 2025 powered by Amukti. So Lulu Fashion Fashion Weekന്റെ 2025ന്റെ ലോഗോ ലോഞ്ചിങ്ങിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. So I welcome all the Circuit Film Crew launch the logo of the Lulu Fashion Week 2025 powered by Amukti. With a huge round of applause, let's welcome and also let's welcome Mr. Sudhesh Sharir, General Manager, Hypermarket India, and Mr. Joe Kainet Joshi, General Manager, Hypermarket Kochi, and Mr. Vishnu Rathinam, General Manager, Lulu Mall Kochi, and Mr. Santosh, Vice Manager, Lulu Retail Kochi. So, ഈ വർഷവും നിങ്ങളുടെ ഫാഷൻ മൈൻഡ് സെറ്റ് അടിപൊളിയാക്കാനായിട്ട് ലുലു ഫാഷൻ വീക്ക് ഈസ് ഹിയർ. ലുലു ഫാഷൻ വീക്ക് 2025 ഈസ് ഹിയർ. സോ ലുലു ഫാഷൻ വീക്ക് 2025ന്റെ ലോഗോ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. The presence of all these dignitaries and also with the crew members of CEO of Lulu India with a huge round of applause. Shredit Sarne welcome ചെയ്യാണ്. And also let's welcome HR Sadiq Azim, the Regional Director, Lulu Kochi Region. ഡയറക്ടർ ആയിട്ടുള്ള താമൻ സാറും അതുപോലെ തന്നെ ആസിഫലിയും മൊഹാറും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ ലുലു ഫാഷൻ വീക്ക് ലോഗോ ലോഞ്ച് 2025 ചെയ്യുന്നത്. Let's put our hands together. Come on. Yes, we are done with the logo launch of the 8th edition of US Polo presents Lulu Fashion Week 2025. Okay guys, thank you so much everybody. And for the huge support of course. So May 8ന് നമ്മുടെ സർക്കിട്ട് മൂവിയുടെ റിലീസ് ആണ്. എല്ലാവരും കാണില്ലേ? കാണുമോ? നല്ലൊരു കൈയടിയാവാം. നമ്മളോട് സംസാരിക്കാൻ, നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് the world's the iconic actor Asif Ali with the circuit entire team members വന്നു നമ്മളോട് സംസാരിച്ചു. നമ്മളെല്ലാവരും ഹാപ്പി ആക്കി. We are also very happy for you sir. ഇവിടെ എത്തിയതിലും ഞാൻ എപ്പോഴെങ്കിലും നിന്റെ ലൈഫിൽ കാണുവാണെങ്കിൽ ചോദിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു ചോദ്യമാണ് ഇനീഷ്യലി ചോദിച്ചത്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്റ്റാർഡ് വെച്ച് ഇത്ര സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? സാർ ഒരു ഫോട്ടോ, എനിക്ക് നല്ലൊരു ഫോട്ടോ വേണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ വൈൻഡപ്പിലേക്ക് കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ്. ആസ് വി ആർ പ്ലേയിങ് ദി ജെപ്പു സോങ് ഫ്രം സർക്കിട്ട്. സർക്കിട്ടിലെ ജെപ്പു സോങ് പ്ലേ ചെയ്യാൻ പോവാണ് കേട്ടോ. കം ഓൺ. ഹോപ്പ് സോങ് അങ്ങനെ.
ബൈ ബൈ താങ്ക് യു ഒന്ന് ക്ലിയർ